വെൽക്കം ബാക്ക് ടു മായലോകം. എല്ലാവർക്കും തൃക്കാർത്തി ആശംസകൾ. നിങ്ങളെല്ലാവരും വിളക്ക് കൊളുത്തിയിട്ടുണ്ടാവുന്നറിയാം. ഞാൻ എത്തിയപ്പോൾ ലേറ്റായി പോയി. പറ്റാവുന്ന എല്ലാ വർഷവും ഞാൻ ദീപം കൊളുത്താറുണ്ട്. തൃക്കാർത്തിക എനിക്ക് എപ്പോഴും മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദീപം കൊളുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ചെറുപ്പത്തിൽ ദീപം കൊളുത്താൻ വെച്ചാൽ ഒരു ഹരമാണ്. എല്ലാവരും അന്നത്തെ ദിവസം ഈവനിങ്ങിൽ പഠിക്കേണ്ട, കുറേ സമയം നമുക്ക് ഫ്രീ ടൈം കിട്ടും. അങ്ങനെ ദീപം കൊളുത്തുക, അത് കഴിഞ്ഞ ശേഷം ചുറ്റുമുള്ള വീടുകളിലൊക്കെ പോയിട്ട് ദീപാലങ്കാരം കാണാം. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അമ്പലത്തിൻ്റെ പേര് കണ്ണംകുളങ്ങര എന്നാണ്. അവിടെ അഗ്രഹാരമുണ്ട്. അപ്പോൾ ആ അഗ്രഹാരത്തിൽ പോയി ദീപാലങ്കാരം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അമ്മ, അച്ഛൻ. ഇപ്പം അമ്മയില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി, അമ്മ, ചേച്ചി, ഇളയമ്മമാർ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ വീടുകളിലും നടക്കുക, സ്വീറ്റ്സ് കൊടുക്കുക, സ്വീറ്റ്സ് വാങ്ങുക. അങ്ങനെ നല്ല രസമായിരുന്നു. തിരിച്ച് വരുമ്പോൾ പൗർണമി, അന്നത്തെ പൂർണ്ണചന്ദ്രനെ കണ്ട് തൊഴുത് വരാനും ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് പൗർണമിയല്ല, സാധാരണ തൃക്കാർത്തിക വരാറ് പൗർണമിയിലാണ്. പക്ഷേ ഇന്ന് പൗർണമിയല്ല, നാളെയാണ് പൗർണമി. അപ്പോൾ ആര്യൻ്റെ ഇന്ദ്രൻ്റെ ഒപ്പം വിളക്ക് കൊളുത്താൻ വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ് ആണ് കേട്ടോ. കാരണം ഒരു വിളക്ക് കൊളുത്തിയ ശേഷം അതിൽ വെള്ളം കോരി വയ്ക്കുക, അതും ഇതൊക്കെ ചെയ്യുക. നമ്മളങ്ങോട്ട് പിരിഞ്ഞ് മുറുക്കുകയാണ് ഞാനിപ്പോൾ. എനിക്കത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ശരി, അവരിതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അവരിതെല്ലാം കണ്ട് വളരുമ്പോൾ അവർക്ക് വലുതാകുമ്പോൾ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഫോം ആവാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരെയും കുറച്ച് നേരമൊക്കെ അവർ വന്ന് വിളക്കിൻ്റെ അടുത്ത് തോണ്ടി നോക്കുക, ഇടയിലൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞവർ കളിക്കാൻ പോയി. തൃക്കാർത്തിയൊക്കെ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞ് ഞാനിവിടെ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കുണ്ടാവില്ല ഇതുപോലെ ഓർമ്മകൾ തൃക്കാർത്തിയെപ്പറ്റി? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ ബൈ, സീ യു.